ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ് കിച്ചൺ വേൾഡ്. അപ്പോൾ കുറച്ച് നാളിന് ശേഷം ഞാൻ വീണ്ടും ഒരു അടിപൊളി ഡിഷുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അഫ്ഗാൻ റൈസാണ്. അഫ്ഗാനിസ്ഥാൻ റൈസ്, അഫ്ഗാൻ പുലാവ് എന്നൊക്കെ പറയാം. ഇതൊരു വെറൈറ്റി ഡിഷാണ് കേട്ടോ. നമ്മുടെ മന്തിയൊക്കെ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെരുന്നാളൊക്കെ കഴിഞ്ഞത് കാരണം എല്ലാവരുടെ അടുത്തും ബീഫ് സ്റ്റോക്കായിട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഫ്രൈയും ബിരിയാണിയും ഒക്കെ ആക്കി ചിലപ്പോൾ മടുത്ത് കാണും. അപ്പോൾ ഇങ്ങനെയൊരു ഡിഷാണെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ കുറച്ച് വീട്ടിലുള്ള കുറച്ച് സാധനം ഉപയോഗിച്ച് നമുക്ക് ഈ റൈസ് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് തക്കാളി, ഉള്ളി ഇതൊക്കെ അരിഞ്ഞെടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ കുറച്ചെടുത്താൽ മതി. കാരണം ഈ റൈസ് അധികം മസാലയൊന്നും ഇല്ലാതെയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, കുറച്ച് തക്കാളിയൊക്കെ എടുത്താൽ മതി. ഇപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ബീഫ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിൽ വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 2 മാഗി ക്യൂബ് കൂടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്തിരിയും ബദവും ഞാനിവിടെ ഒന്ന് പൊതിർത്തി വെച്ചിട്ടുണ്ട്. ബദത്തിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ വറുത്തിടാൻ പോകുന്നത്. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. അതിലേക്ക് കുറച്ച് വലുതായി മുറിച്ചെടുത്ത ബീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുരുമുളക്, ചെറിയ ജീരകം, 2 വലിയ പീസ് പട്ട കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പട്ട ഇടുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് വലിയ പീസായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് കുക്കായതിന് ശേഷം എടുത്ത് കളയാനാണ്. പിന്നെ ബീഫ് വേവിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നല്ലവണ്ണം വെള്ളം കൂടി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മാഗി ക്യൂബ്, ആവശ്യത്തിന് വേണ്ട ഉപ്പ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കും. ആ ഒരു വെള്ളം നമുക്ക് റൈസ് തയ്യാറാക്കുന്നതിൻ്റെ സമയത്ത് ആവശ്യമുണ്ട്. അപ്പോൾ എത്രയാണോ നിങ്ങൾ റൈസ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഈ ഒരു സമയത്തല്ലാതെ നമ്മൾ ഈ റൈസിലേക്ക് പിന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയം തന്നെ നമുക്ക് മറ്റൊരു പാത്രത്തിൽ കുറച്ച് ഗീയും ഓയിലും കൂടി ഒഴിക്കാം. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാൽ മതിയാകും. ഇനി ഗീ വേണമെന്നില്ല, പക്ഷേ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗീ എടുത്തു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഓയിൽ, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഇട്ടിട്ട് നമ്മൾ മാറ്റിവെച്ച ബദവും മുന്തിരിയും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം.
അപ്പോൾ മുന്തിരിയും ബദവും ഒക്കെ ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ആ ഒരു ഓയിലിലേക്ക് തന്നെ നമുക്ക് ഈ ക്യാരറ്റ് കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. റൈസൊക്കെ റെഡിയാക്കിയതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റും ഏകദേശം നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനുശേഷം ഈ ഒരു ഓയിലിൽ തന്നെയാണ് ബാക്കിയുള്ളത് കൂടി നമ്മൾ വേവിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഓയിലിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയും ഇതുപോലെ നല്ലോണം വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി, ബാക്കിയുള്ള വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് മുഴുവനായിട്ട് തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ബീഫിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും അതുപോലെ തന്നെ മാഗി ക്യൂബും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓവറായി പോകരുത്. അതുപോലെ തന്നെ നമ്മൾ റൈസ് റെഡിയാക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഉപ്പ് ചേർക്കുന്നില്ല. നമ്മളിപ്പോൾ കുക്ക് ചെയ്തെടുത്ത ബീഫ് ഇപ്പം നല്ല പോലെ ഒന്ന് കുക്കായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പട്ടയൊക്കെ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം. പിന്നെ ഞാനിവിടെ ബസ്മതി റൈസ് കുറച്ച് ടൈം വെള്ളത്തിലൊക്കെ കുതിർത്ത് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ബീഫ് വേവിച്ച വെള്ളം നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വേവേണ്ട വെള്ളം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്.
ഇതിൻ്റെ കൂടെ എനിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതൊന്നും ആവശ്യം വന്നിട്ടില്ല. ആവശ്യത്തിന് വേണ്ട വെള്ളം ഞാൻ ബീഫ് വേവിക്കുമ്പോൾ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ വെള്ളം ഒന്നും തന്നെ ഇതിലേക്ക് ചേർക്കേണ്ടതില്ല. ഇനി നമുക്കിത് ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്തിരി, അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ച ക്യാരറ്റും ബദാമും ഒക്കെ ഇട്ടിട്ട് ഞാനൊന്ന് ദമ്മിടാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ സ്മോക്ക് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൽക്കരി ചൂടാക്കിയിട്ട് അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ അഫ്ഗാൻ റൈസ് ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റിയായ റെസിപ്പിയാണിത്. തീർച്ചയായും ബീഫ് എന്തായാലും വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ തീർച്ചയായും ഇതൊരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കുക. മന്തിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഇതും ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ പെട്ടെന്നൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിത് കഴിക്കാൻ പോവാണ് കേട്ടോ. നല്ലതുപോലെ വെന്ത് മസാലയൊക്കെ പിടിച്ച ആ ഒരു ബീഫ് ഇറച്ചിയും കണ്ടില്ലേ, നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കുറച്ച് റൈസും പിന്നെ കുറച്ച് മയോണീസും പിന്നെ പുതിനയും തക്കാളിയും ഉള്ളിയും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കിയ തക്കാളി ചട്നിയും കൂടി ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.